ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃസംഗമവും സ്വാഗത സംഘം രൂപീകരണവും കാർത്തികപ്പള്ളിയിൽ നടന്നു. ഹരിപ്പാട് നഗരസഭാ ചെയർമാൻ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ നേതൃസംഗമവും സ്വാഗത സംഘ രൂപീകരണവും നടന്നു. കാർത്തികപ്പള്ളി റോട്ടറി ക്ലബ്ബ് ഹാളിലായിരുന്നു ചടങ്ങ് നടന്നത്. ഹരിപ്പാട് നഗരസഭാ ചെയർമാൻ കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു കാലത്ത് ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ട് കണ്ട് ജോലി ചെയ്തിരുന്ന ഒരു സമൂഹമായിരുന്നു ഫോട്ടോഗ്രാഫി. ഇപ്പോൾ റെപ്യൂട്ടേഷൻ കുറവൊന്നുമില്ല. എങ്കിൽ പോലും ഉണ്ണിച്ചേട്ടനെയും ഭാസ്യണ്ണനെയും ശാന്തിയിലെ ചേട്ടനെയൊക്കെ മണിക്കൂറുകൾ നോക്കി കാത്തിരുന്ന് നമ്മൾ ഫോട്ടോ എടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പം മൊബൈലുള്ളവനെല്ലാം ഫോട്ടോഗ്രാഫറായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ തന്നെ നമ്മുടെ ഫെസ്റ്റുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്, ഫോട്ടോ പ്രദർശനങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. മൊബൈലിലെടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു സാധാ ഫോട്ടോ നിക്കോൺ ക്യാമറ പോലെയുള്ള ക്യാമറയെക്കാളും കൂടുതൽ ക്ലാരിറ്റിയോടെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫോണുകൾ ഇപ്പോൾ സമൂഹ മധ്യത്തിലുണ്ട്. 80,000, 70,000, 90,000 രൂപ, 1 ലക്ഷം രൂപയൊക്കെ വിലയുള്ള നിരവധി ഫോണുകൾ, അണ്ടർ വാട്ടർ ക്യാപ്ചറിങ് ഉൾപ്പെടെ ശേഷിയുള്ള മൊബൈൽ ഫോണുകൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എസ് മോഹനൻ പിള്ള അധ്യക്ഷത വഹിച്ചു. സർക്കാരിൽ നിന്ന് യാതൊരു ആനുകൂല്യങ്ങളും പറ്റാതെ നമ്മുടെ അംഗങ്ങൾക്കുണ്ടാകുന്ന വിഷമസ്ഥിതികൾ മനസ്സിലാക്കിക്കൊണ്ട് അതെന്താണ് ഒരു ശ്രമമാണ്. അരമണിക്കൂറിന് മുമ്പ് ഇവിടെ നടന്നിട്ടുള്ള ജില്ലാ കമ്മിറ്റിയിൽ നമ്മുടെ 2 സഹോദരങ്ങൾക്ക് ഒരു അസുഖബാധിതമായി വന്നപ്പോൾ നമ്മൾ കൂട്ടായിട്ട് നിന്നുകൊണ്ട് ആ അസുഖം ബാധിച്ച വ്യക്തികളെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളൊരു ആലോചന നടത്തുകയും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും തന്നെയും നമ്മളൊരു സഹായങ്ങൾ നൽകുകയും സംഘടനയിൽ നിന്നുള്ള സഹായങ്ങൾ വാങ്ങി ആ വ്യക്തിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടി സന്മനസ് കാണിച്ചിട്ടുള്ള വ്യക്തിത്വത്തിന്റെ ഉടമകളാണെന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും അവരുടെ ആചരണത്തിന്റെ ഭാഗമായി പോകുമ്പോൾ നമ്മൾ അങ്ങനല്ല, അതിനെ ക്രിയേറ്റിവിറ്റിയായിട്ട് കാണും. പറഞ്ഞാൽ നടുന്ന മരങ്ങളോട് ഉണ്ടോന്ന് ഉറപ്പിക്കുന്നുണ്ട്. മാത്രമല്ല വരും തലമുറയിലേക്ക് ഒരു ബോധവൽക്കരണം നമ്മൾ നടത്താറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കഴിവതും സ്കൂളുകൾ കേന്ദ്രീകരിക്കാറുള്ളത്. അതുപോലെ തന്നെയാണ് സമൂഹം ഏറ്റവും കൂടുതൽ ഭയപ്പാട് കാണുന്ന ഒരു തലമുറ ഭയപ്പാട് കാണുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടം. നമ്മൾ ലഹരിക്കെതിരെ പോരാടുമ്പോൾ നല്ല ബോധവൽക്കരണമാണ് നമ്മൾ നടത്തുന്നത്. അത് നല്ല കാമ്പുള്ള പ്രവർത്തനങ്ങൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, പുതിയ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെ എങ്ങനെയൊക്കെയാണ്. മാത്രമല്ല ജനങ്ങളിലേക്ക് ഏറ്റവും ആകർഷിക്കുന്ന രീതിയിലാണ് അവർക്ക് യഥാർത്ഥത്തിൽ ബോധം ഉണ്ടാകുന്ന തരത്തിൽ വരും തലമുറ എന്ന രീതിയിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പോലും നമ്മൾ നേരത്തെ +2 എന്നുള്ള സ്കൂളായിരുന്നു, ഇപ്പോൾ UP വരെ അതിന്റെ വ്യാപനം ഉണ്ടാകാം എന്ന മുൻധാരണ കൂടി അത്തരം സ്കൂളിലൂടെ നമ്മൾ ഇപ്പോൾ അതിന്റെ ബോധം നൽകാറുണ്ട്. സംസ്ഥാന വെൽഫെയർ ചെയർമാൻ BR സുദർശനൻ, മുൻ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് ഫോട്ടോ വേൾഡ്, NK ജോഷി, ബൈജു ശലഭം, ചിത്ര മുരളി, പ്രസാദ് ചിത്രാലയ, ഹരീഷ് കൈരളി, സാബു വേണി, മനു വിജയ, സലീൽ ഫോട്ടോ പാർക്ക്, ഹേമദാസ് ഡോൺ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, ഹരിപ്പാട്.